ഹലോ ഗായ്സ് അഗെയിൻ ഞാൻ തന്നെയാണ് പിന്നെയും വന്നിരിക്കുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജോട്ട്. മക്കളെ, നമ്മുടെ സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻ സീരീസ് ഇപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ? അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ നമുക്ക് തോന്നും, പക്ഷേ ചെയ്ത് വരുമ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുകയും ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും വരും മക്കളെ. അപ്പോൾ അതിന് ഒരു ഉദാഹരണമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിരിക്കുന്നത് ഇവിടെ നോക്കാം. നിങ്ങൾക്ക് പറയാം സാറേ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ, ഇത് അത്ര വലിയ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണോ എന്നല്ലല്ലോ സാറേ, ഇത് ഞങ്ങൾക്കറിയാം, ബഡ്ജറ്റ് ലൈൻ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, ഞങ്ങൾക്കറിയാം, സിമ്പിളാണ് സാറേ, ഞങ്ങൾക്ക് ചെയ്യാനറിയാം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചോദ്യത്തിലൊരു ടിസ്റ്റ് ഉണ്ട്. നോക്കിക്കോട്ടെ, ആ ടിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഒബ്സർവ് ദ ഫോളോവിങ് ഡയഗ്രാം. താഴെ നൽകുന്ന ഡയഗ്രാം നോക്കിയിട്ട് എന്ത് ചെയ്യുക, ബജറ്റ് ലൈനിലെ മാറ്റങ്ങൾ ഡയഗ്രത്തിൽ രേഖപ്പെടുത്തുക. വരുമാനം 50 രൂപയിൽ നിന്നും 70 രൂപയായി വർദ്ധിക്കുന്നു. ഓക്കെ, X1ന്റെ വില 10 രൂപയിൽ നിന്നും 5 രൂപയായിട്ട് കുറയുന്നു. X1ന്റെ വില എന്ത് ചെയ്യുന്നു? 10 രൂപയിൽ നിന്നും 5 രൂപയായിട്ട് കുറയുന്നു. ഇവിടെ രണ്ട് രീതിയിലെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ബജറ്റ് ലൈൻ വരക്കാനല്ല നമ്മളോട് പറഞ്ഞത്, ഈ ബജറ്റ് ലൈൻ എന്തോ കാര്യമായിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ടോപ്പിക് എന്താ, അതായത് ചേഞ്ചസ് ഇൻ ബജറ്റ് ലൈൻ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടില്ലേ? ചേഞ്ചസ് ഇൻ ബജറ്റ് ലൈൻ. സാധാരണ നമ്മൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? പരീക്ഷയ്ക്കും അതാണ് ചോദിക്കാറുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണ ബജറ്റ് ലൈൻ ഉണ്ടാകുന്ന ചേഞ്ചാണ് കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ബജറ്റ് ലൈൻ വരക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻകം എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഒരാളുടെ ഇൻകം വർദ്ധിക്കുമ്പോൾ ബജറ്റ് ലൈൻ എന്താ മാറ്റം ഉണ്ടാവുക? അത് ആദ്യം നമ്മൾ പഠിക്കണം. ഒരാളുടെ ബജറ്റ് ലൈനിൽ 2 തരം ചേഞ്ചുകൾ ഉണ്ടാവും അല്ലേ? ബജറ്റ് ലൈൻ എത്ര തരം ചേഞ്ചുകൾ ഉണ്ടാവുക? 2 തരം ചേഞ്ചസ് ഇൻ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ എന്തായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ചേഞ്ച് ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ചേഞ്ചസ് ഇൻ ബജറ്റ് ലൈൻ 2 തരമാണ് നമുക്കറിയാം. ഒന്ന് ഷിഫ്റ്റാണ്, മറ്റൊന്ന് പ്രൈസാണ്. ഒന്ന് ഷിഫ്റ്റും മറ്റൊന്നെന്താണ്? പ്രൈസുമാണ് കേട്ടോ. അപ്പോൾ ഈ 2 തരത്തിലാണ് എന്ത് ചെയ്യാറുള്ളത്? ഈ ഷിഫ്റ്റ് സംഭവിക്കുന്നതും അതുപോലെ ഒന്ന് ഷിഫ്റ്റും രണ്ടാമതായിട്ട് നമുക്ക് വരുന്നത് മൂവ്മെൻറ്റുമാണ്. എന്താണ് സംഭവിക്കുന്നത്? മൂവ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, മൂവ്മെൻറ്റ് സംഭവിക്കാൻ കാരണക്കാരൻ ആരാണ്? പ്രൈസാണ്. എന്താണ്? പ്രൈസാണ്. എന്നാൽ ഷിഫ്റ്റ് സംഭവിക്കാനുള്ള കാരണക്കാരൻ ആരാണ്? അവിടെ ഇൻകമാണ് മെയിനായിട്ട് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യം ഇതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ ഡിമാൻഡ് കർവിലും വരുന്നത്. അപ്പോൾ ബജറ്റ് ലൈനും ഡിമാൻഡ് കർവും സഹോദരന്മാരാണെന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. അവർ ബന്ധുക്കളാണ്. അതുപോലെ തന്നെയാണ് മോഡൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളോട് പറഞ്ഞത് ഇൻകം ഇൻക്രീസ്ഡ് ഫ്രം 50 to 70. എന്ത് ചെയ്തേ? ഈ പറഞ്ഞ ഇൻകം കൂടുകയാണ് ചെയ്തത് അല്ലേ? നമ്മളോട് എന്താ പറഞ്ഞത്? ഇൻകം, പഴയ ഇൻകത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? എം എന്ന് കൊടുക്കുന്നു. എം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 50 രൂപയായിരുന്നു. പുതിയ ഇൻകത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? M1 എന്ന് കൊടുക്കുന്നു. അത് 70 രൂപയായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഇവിടെ സംഭവിക്കുന്നത് ഷിഫ്റ്റ് ആയിരിക്കും. എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഷിഫ്റ്റ്. അതും എന്ത് ഷിഫ്റ്റാണ്? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? ഇവിടെ സംഭവിക്കുന്ന ഷിഫ്റ്റ് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ആയിരിക്കും. കാരണം എന്താ? ഇവിടെ ഇൻകം കൂടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചേക്കേണ്ട കാര്യം, ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഷിഫ്റ്റ് അങ്ങോട്ടായിരിക്കും? റൈറ്റ് വേർഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഇൻകം അതുപോലെ കുറയുകയാണെങ്കിലോ ഷിഫ്റ്റ് അങ്ങോട്ടായിരിക്കും? ലെഫ്റ്റ് വേർഡും ആയിരിക്കും. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. പ്രൈസ് ഓഫ് X1 ഡിക്രീസ്ഡ് ഫ്രം 10 to 5 എന്ന് വെച്ചാൽ X1ൻ്റെ വില മാത്രമേ മാറിയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ പ്രൈസ് എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ്. ഒന്ന് ഗുഡ് 1 ഉണ്ട്, മറ്റൊന്ന് ഗുഡ് 2 ഉണ്ട് അല്ലേ? അപ്പോൾ ഗുഡ് 1 ആണെങ്കിൽ നമ്മൾ കാണിക്കുന്നെങ്കിൽ എവിടെ കാണിക്കുക? എക്സ് ആക്സിലാണ് കാണിക്കുക. എന്തിനാണ് കാണിക്കുക? എക്സ് ആക്സിലാണ് കാണിക്കുക. ഗുഡ് 2 ആണെങ്കിൽ എതിരെ കാണിക്കുക? വൈ ആക്സിലാണ് നമ്മളിത് കാണിക്കാറുള്ളത്. അപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യം ഇതാണ്, ഗുഡ് 1ൻ്റെ വില അഥവാ X1ൻ്റെ വില എന്ത് ചെയ്തു? കുറഞ്ഞു എന്ന് പറഞ്ഞത്. ഓക്കെ, X1ൻ്റെ വില എന്ത് ചെയ്തു? കുറഞ്ഞു എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് നോക്കാം X1ൻ്റെ പ്രൈസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ് ഓഫ് എക്സിൻ്റെ പ്രൈസ് എന്ത് ചെയ്തു? കുറഞ്ഞൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ എക്സിൻ്റെ പ്രൈസ് ഇവിടെ കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കൂടുതൽ അളവിൽ വാങ്ങും അല്ലേ? അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ വരക്കേണ്ടത്. അതുപോലെ തന്നെ എക്സിൻ്റെ വില കൂടുന്ന സിറ്റുവേഷൻ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നമ്മളോട് കുറഞ്ഞ ആൾ കാര്യം പറഞ്ഞെങ്കിൽ അടുത്ത എന്തായിരിക്കും? കൂടുന്ന സിറ്റുവേഷനും ചോദിക്കാം. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം എങ്ങനെ വരക്കേണ്ടത്. ആദ്യം ഞാൻ കാണിക്കുന്നത് ഫസ്റ്റ് വൺ, നമുക്ക് ഇൻകം ഇൻക്രീസ് ചെയ്ത കാര്യമായിട്ടോ പറയുന്നത്. ഇൻകം ഇൻക്രീസ്ഡ് എത്രയായിട്ടാണ് കൂടിയത്? 50 രൂപ അല്ലേ? 50 രൂപ എന്നുള്ളത് എത്രയും മാറി? 70 രൂപയായിട്ട് മാറി. അപ്പോൾ എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക എന്നാണ് നമ്മൾ ആദ്യം വരക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സ് ആക്സും വൈ ആക്സും വരച്ചു വെക്കാം. ഇനി നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം, എക്സ് ആക്സ് നമ്മൾ ഗുഡ് 1 എന്ന് മാർക്ക് ചെയ്യുക, വൈ ആക്സ് നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ് 2 എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് തന്നിരിക്കുന്ന ഫാക്ടർ വെച്ച് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ ഇൻകം 50 അല്ലേ? അപ്പോൾ നമ്മുടെ ബജറ്റ് ലൈൻ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ബജറ്റ് ലൈൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? 5 to 5 എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ അതുപോലെ തന്നെ വരച്ചേക്കുന്നു. 5 to 5 എന്ന് പറയുന്ന രീതി തന്നെ വരച്ചേക്കുന്നു. അപ്പോൾ ഞാൻ ആ വാല്യൂസ് ഒന്ന് മാർക്ക് ചെയ്യണേ. 1 2 3 4 5. ഓക്കെ, അതേപോലെ ഇവിടെ 1 2 3 4 5 അത് മാർക്ക് ചെയ്തു. ഇനി ഇവർ രണ്ടുപേരെ കൂട്ടിമുട്ടുന്ന രീതിയിലായിരുന്നു നമ്മുടെ ബജറ്റ് ലൈൻ ഉണ്ടായിരുന്നത് അല്ലേ? ബജറ്റ് ലൈൻ ഞാൻ വരച്ചു. ഇത് ലൈൻ തന്നെയാണ് കേട്ടോ. ഞാൻ വരച്ച പോലെ കർവ് ആകരുത്, ലൈനായിട്ട് തന്നെ വരക്കണം. അപ്പോൾ ബജറ്റ് ലൈൻ ഞാൻ എന്ത് ചെയ്തു?
ഇവിടെ വരച്ചു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, ഈ ബജറ്റ് ലൈൻ ഞാനിവിടെ വരച്ചു വെച്ചു. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബജറ്റ് ലൈൻ 50 നിന്നും 70 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ x1 x2 കാണണ്ടേ, വേണം x1 x2 കാണണം. അതിന് ആദ്യം നമുക്ക് x1ൻ്റെ വില എത്രയാണെന്ന് കിട്ടണം. x1ൻ്റെ വില നമുക്ക് കിട്ടിയിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്ന 5 ഗുഡ് 1ലെ 5, അപ്പോൾ നമുക്കിവിടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും തന്നിട്ടുണ്ട്, എത്രയാണ് 5 ആണ് തന്നിട്ടുണ്ട്. വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും തന്നത് എത്രയാണ് 5 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നമ്മളിത് എങ്ങനെ കണ്ടുപിടിച്ചേ, ഈ വാല്യൂ മാത്രം നോക്കില്ല, കണ്ടോ ഇവിടെ 5ഉം ഇവിടെ 5ഉം ഉണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യേണ്ടത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഈ പറഞ്ഞ 5 എങ്ങനെ കിട്ടി നമുക്കറിയാം. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് HI = ഇൻകം ഡിവൈഡ് ബൈ പ്രൈസ് ഓഫ് ഗുഡ് 1 അഥവാ P1 ആണ് ചെയ്യുക അല്ലേ. ഇൻകം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഇൻകം എത്ര തന്നിരുന്നത്, ഇൻകം നമുക്ക് 50 ആണെന്ന് തന്നിരുന്നത്. P1 തന്നിട്ടുണ്ടോ, ഇല്ല. അതുകൊണ്ട് P1 എന്ന് തന്നെ എഴുതി. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ HI കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ HI കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, HI = M ഡിവൈഡ് ബൈ P1 ആണ് ചെയ്യേണ്ടത്. ഈ ഒരു ബേസിക്കലി നമ്മൾ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, HIൻ്റെ വാല്യൂ നമുക്കറിയാം 5 എന്നാണ് കിട്ടിയത്. കാരണം ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം 50 ആണെന്ന് അറിയാം. P1 നമുക്കട്ടെ തന്നിട്ടുമില്ല. അപ്പോൾ എന്താ ചെയ്യുക, P1 കണ്ടുപിടിക്കണം അല്ലേ. P1 കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ P1 നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുക, പകരം എന്ത് ചെയ്യുക 5 നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക, ഇക്വേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും, P1 = 50 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. എത്ര കിട്ടുക, 10 എന്ന് കിട്ടും. അപ്പോൾ പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചു, P1ൻ്റെ പ്രൈസ് എത്രയാണ് 10 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി അതേ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമതൊരാൾ കൂടി ഉണ്ട് അല്ലേ. നമുക്കറിയാം നമ്മുടെ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്രയാണ്, ഇതേപോലെ തന്നെ നമുക്കറിയാം M ഡിവൈഡ് ബൈ P2 ആണ് ചെയ്യുക. പക്ഷെ നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്കറിയാം, വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 5 ആണെന്ന് അറിയാം, M എത്രയാണ് 50 ആണെന്ന് അറിയാം, M 50 ആണെന്ന് അറിയാം, P2 എന്ന് പറഞ്ഞ് 10 ആണെന്ന് അറിയാം. കാരണം എന്താണ്, ചോദ്യത്തിൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 10 രൂപയിൽ നിന്നും 5 രൂപയായിട്ട് കുറഞ്ഞ കാര്യമാണ് പറഞ്ഞല്ലേ. അപ്പോൾ 10 രൂപ x1ൻ്റെ വില എന്നിട്ട് x2ൻ്റെ വില നമ്മൾ കണ്ടെത്തി. അപ്പോൾ സംഗതി ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന P1 നമുക്ക് ഓൾറെഡി 10 ആണെന്ന് അറിയാം, അതുപോലെ തന്നെ P2 നമ്മളിവിടെ കണ്ടെത്തി അല്ലേ. P2 നമുക്കിവിടെ പറഞ്ഞത് എത്രയാണ്, അപ്പോൾ P1 എന്ന് പറയുന്നത് 10 ആണ്, P2 എന്ന് പറഞ്ഞതും 10 ആണ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. പ്രൈസ് ഓഫ് ഗുഡ് 1ഉം ഗുഡ് 2ഉം നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഗ്രാഫ് വരച്ചു, ഇതിന് ഷിഫ്റ്റ് നമ്മൾ കാണിക്കണം. ഈ 70 രൂപയായിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യണം, പുതിയൊരു ഈ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് വരും അല്ലേ. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ന്യൂ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് അത് കാണാൻ ഞാൻ HI1 എന്ന് കൊടുക്കുന്നു. അതിന് പുതിയ ഇൻകം ആണല്ലേ M1 എന്ന് കൊടുക്കുന്നു, ഡിവൈഡ് ബൈ P1 ചെയ്യുന്നു. എന്താണ് M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, M1 70 ആണ്, P1 എത്രയാണ് 10 ആണല്ലേ. അപ്പോൾ 70 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 7 യൂണിറ്റ് എന്ന് കിട്ടും. അപ്പോൾ പുതിയ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കിട്ടി 7 യൂണിറ്റ്. അതേപോലെ വേർട്ടിക്കൽ വേണ്ടേ, വേണം. വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്ര വരിക, വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും പുതിയത് തന്നെയാണ്. അപ്പോൾ VI1 എന്ന് കൊടുത്തു, M1 ഡിവൈഡ് ബൈ P2 എന്ന് കൊടുത്തു. എത്ര വരിക, M1 എന്ന് പറയുമ്പോൾ 70 ആണ്, ഡിവൈഡ് ബൈ P2 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ അവിടെ എത്ര കിട്ടുക, 7 യൂണിറ്റ് എന്ന് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട 2 യൂണിറ്റ് നമ്മൾ കണ്ടെത്തി, 7 യൂണിറ്റ് വീതം കണ്ടെത്തി. ഇനി എന്താ മാർക്ക് ചെയ്യേണ്ടത്, ഇനി നമ്മൾ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട കാര്യം, ഇവിടെ 6 7 മാർക്ക് ചെയ്യുന്നു, ഇവിടെയും 6 7 മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ നിന്നും പരസ്പരം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ലൈന് വരക്കുന്നു അല്ല. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, P1 x1 പ്ലസ് P2 x2 = 50 എന്നായിരുന്നു. അത് മാറി പുതിയൊരു ലൈൻ വന്നു അല്ലേ, പുതിയൊരു ലൈൻ വന്നു. അപ്പോൾ നമ്മുടെ വാല്യൂ എന്തായി മാറി, ഈ P1ൻ്റെ സ്ഥാനത്ത് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വാല്യൂ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് മാറ്റി എഴുതി. എങ്ങനെ മാറ്റി എഴുതിയത്, നമ്മളിവിടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടാണ് എഴുതിയത്. എത്ര എഴുതിയത്, 10x1 പ്ലസ് 10x2 = 50 എന്ന് കിട്ടി. അതേപോലെ നിങ്ങൾ നോക്കാം, നമുക്കിവിടെ വന്നത് എത്രയാണ്, 7x1 അല്ലേ, 10 ആണ് വന്നിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എത്ര വന്നത്, 10x1 പ്ലസ് 10x2 = 70 എന്ന് മാറ്റി നമ്മൾ എഴുതി. അപ്പോൾ പുതിയ ബജറ്റ് ലൈനാണ്. ഞാൻ അതിന് പേര് കൊടുത്തു B1 L1 എന്ന പേര് കൊടുത്തു. നമുക്ക് ഓൾറെഡി ഉണ്ടായത് BL എന്ന് പറഞ്ഞ ബജറ്റ് ലൈൻ ആയിരുന്നു, അത് മാറ്റി B1 L1 എന്ന് പറഞ്ഞ ബജറ്റ് ലൈൻ കൊടുത്തു. അതായത് ബജറ്റ് ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ വരച്ച് കാണിച്ചു. നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 6 മാർക്കിന് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അതിനുള്ള പണി വരെ എടുപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെ ചെയ്തത്, സിമ്പിളാണ്. നമുക്ക് ആദ്യം ഷിഫ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഷിഫ്റ്റ് മനസ്സിലായാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് വേണം നമ്മൾ ഷിഫ്റ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആദ്യം ഞാനിവിടെ ഷിഫ്റ്റ് കണ്ടുപിടിച്ചു, ഇൻകം കണ്ടുപിടിച്ചല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് അടുത്ത കണ്ടുപിടിക്കാനുണ്ട്. ഞാനൊരു സ്ലൈഡ് കൂടി ആഡ് ചെയ്യട്ടെ. നെക്സ്റ്റ് നമുക്കവിടെ വരുന്നത് നോക്കണേ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഇവിടെ ചേഞ്ച് ആണ് വന്നത് അല്ലേ. എന്താ പറഞ്ഞത്, ഇവിടെ ചേഞ്ച് ആണ്. പ്രൈസ് ഓഫ് x1 ഡിക്രീസ്ഡ് ഫ്രം 10 to 5. എന്താ പറഞ്ഞത്, പ്രൈസ് x1ൻ്റെ വില എന്ത് ചെയ്തു, അതായത് P1 ഡിക്രീസ്ഡ്, P1 എന്ത് ചെയ്തു,
ഡിക്രീസ്ഡ്. എത്രയായി? കുറഞ്ഞു എന്നാണ് പറഞ്ഞത് അല്ലേ? എത്രയാണ് കുറഞ്ഞത്? 10 നിന്നും 5 ഇവിടെ കുറയാണ് ചെയ്തത്. 10 നിന്നും 5 ഇവിടെ കുറയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം അല്ലേ? അപ്പോൾ നമ്മൾ എം ആണ് ഇത് എടുക്കേണ്ടത്. എം നമ്മൾ മാറ്റിയെടുക്കേണ്ടത് എം ഓൾറെഡി ഉള്ള തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബജറ്റിലേക്ക് പറഞ്ഞിട്ട് ഈ പറഞ്ഞിട്ട് എന്താണ് ഈ M1 മാറുമ്പോഴുള്ള കേസിൽ വെച്ച് ചെയ്യേണ്ട, നമ്മൾ ഓൾറെഡി പഴയതുണ്ടായിരുന്ന എം വെച്ച് തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മുടെ ബജറ്റ് ലൈനിൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം ബജറ്റ് ലൈനിൻ്റെ ചിത്രം നമുക്കറിയാം. എത്ര ഉണ്ടായിരുന്നത്? 5 യൂണിറ്റ് ആണല്ലേ. 1 2 3 4 5 യൂണിറ്റ്. ആൻഡ് ഇവിടെയും 1 2 3 4 5 യൂണിറ്റാണ് നമുക്കറിയാം. ഇവിടെ എന്താ കൊടുക്കുന്നത്? ഗുഡ് 2 ആണ്. ആൻഡ് ഇവിടെ എന്താ കൊടുക്കുന്നത്? ഗുഡ് 1 ആണ്. ഗുഡ് 1 ആണ് കൊടുത്തത്. ഇനി പരസ്പരം ഇവർ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലൈൻ ഇവിടെ വരച്ചു വെക്കുന്നു. യെസ്, അവിടെ വരച്ചു വെച്ചു. ഇത്രയല്ലേ ഉള്ളൂ സംഭവം. ഇനി പറഞ്ഞിട്ടുണ്ട് പ്രൈസ് എന്ത് ചെയ്തു? കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം P1 എന്ന് പറയുന്നത് എത്രയായിരുന്നു? P1 എന്ന് പറയുന്നത് ആദ്യം 10 ആയിരുന്നു. അത് പുതിയൊരു പ്രൈസ് തന്നു അല്ലേ? P1 എന്നോ അല്ലെങ്കിൽ P2 എന്നോ നിങ്ങൾക്ക് കൊടുക്കാം. P2 എന്നതിന് പകരം ഞാനിവിടെ P3 ചെയ്ത് കൊടുക്കണേ. ഞാൻ അതിന് തൽക്കാലം ഇവിടെ P1 എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, P3 എന്ന് കൊടുക്കണേ. പുതിയ പ്രൈസ് വന്നത് എത്ര വന്നത്? പുതിയ പ്രൈസ് 5 എന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ ഹോറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിന് കണ്ടുപിടിക്കണം. എത്ര വരിക? നമുക്ക് നോക്കാം. M/P3 ചെയ്യണം. M എത്രയാണ്? 50 ആണ്. 50 / എത്രയാണ്? 5. അപ്പോൾ എത്ര കിട്ടുക? 10 യൂണിറ്റ് എന്നാണ് കിട്ടുക. അപ്പോൾ എത്ര കിട്ടുക? 10 യൂണിറ്റ് എന്നാണ് കിട്ടുക. അപ്പോൾ 10 യൂണിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ X1-ലാണ്, നമ്മൾ ഈ പറഞ്ഞ Y ആക്സിലല്ല X ആക്സിലാണ് ഈ മാറ്റം വരുത്തേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ മാറ്റം വരുത്തി നമുക്ക് നോക്കാം എന്താണ് ആൻസർ വരിക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലായിരുന്നു 10 യൂണിറ്റ്. ഓക്കെ, 10 യൂണിറ്റ്സ് വാങ്ങാമെന്നാണ്. ആദ്യം 5 യൂണിറ്റ് വാങ്ങരുത്, ഇപ്പോൾ 10 യൂണിറ്റ് വാങ്ങാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എക്സ് ആക്സിന് കുറച്ച് നീളം കൂടേണ്ടി വരും. കാരണം എന്താണ്? ഈ പറഞ്ഞ എക്സ് ആക്സ് നീണ്ടു പോകും അല്ലേ? അപ്പോൾ നോക്കാം. നമുക്കിവിടെ 5 കഴിഞ്ഞു, 6 7 8 9 10 മാർക്ക് ചെയ്തു. ഇനി ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരു മാറ്റം വരുത്തേണ്ട കാര്യമില്ല. നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ആ പോയിന്റിൽ നേരെ 10ലേക്ക് മാർക്ക് ചെയ്ത് വരക്കുന്നു. ഇത്രേ ഉള്ളൂ സംഗതി. എന്താ സംഭവിച്ചത്? നമ്മൾ ഇനി ബജറ്റ് ലൈനിൻ്റെ പേര് കൊടുക്കാം. 10x1 + 10x2 = 50 എന്നായിരുന്നു. അത് മാറി ഇപ്പോൾ എന്തായി മാറി? 10x1 എന്നുള്ള മാറിയിട്ട് എന്തായി മാറി? 5x1 + 10x2 = 50 എന്നായി മാറി. അപ്പോൾ എന്ത് ചെയ്തു? ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 1 ഇവിടെ കൂടുകയാണ് ചെയ്തത് അല്ലേ? ഈ ഒരു കാര്യം മാത്രമേ നമ്മളിവിടെ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്? ഇത് ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ ഡയഗ്രം വരയ്ക്കുക, ഫാക്ട് നേരെ ചെയ്ത് വെക്കുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ വെറുതെ നമ്മളെന്താ പറയുക, വെറുതെ നമ്മൾ വട്ടം കറക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിന് മാത്രം കൊടുത്താണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തവണ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വയ്ക്കാൻ പോകുന്നത് നമ്മളിവിടെ ചെയ്ത് വെച്ച പോലെ തന്നെ ഇത്തവണ പരീക്ഷ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യം കേട്ടോ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യം എന്ന് പറയുന്നത് 2025 നിങ്ങളുടെ പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്നത് ബജറ്റ് ലൈൻ എന്നതിന് പകരം ഡിമാൻഡ് രണ്ടാണ് ചേഞ്ച് ആയിരിക്കണം. ഓക്കെ, ഡിമാൻഡ് ചേഞ്ചസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക? നിങ്ങളൊന്ന് റെഫർ ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെയാണ് ചേഞ്ച് വരുന്നത്. നമുക്ക് 2 തരം ചേഞ്ചുകളാണ് അല്ലേ? ഒന്ന് ഷിഫ്റ്റ് ആണ് ഉണ്ടാകുന്നത്, രണ്ടാമത്തെ നമുക്കുള്ള ഏതാണ്? മൂവ്മെൻ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഷിഫ്റ്റും മൂവ്മെൻറ്റും ഉണ്ട് ബജറ്റ് ലൈനുള്ള ചേഞ്ചുകൾ. അത് രണ്ടും എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് നോക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുന്നതായിരിക്കും. വൺ സൈൻ ഇറ്റ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജ്ബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.